ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെല്ലാം, ഹൈന്ദവ സനാതന ധർമ്മികളുടെ ക്ഷേത്രങ്ങളെല്ലാം സാമൂഹ്യാരാധനയ്ക്ക് പറ്റിയ ശില്പമാതൃകകളോടുകൂടിയവയല്ല. നമ്പർ 1, ഇസ് ഇറ്റ് അഗ്രിയബിൾ? വിളക്ക്, അകത്തേക്ക് കയറുമ്പോൾ ഒരു ബലിക്കല്ല്, ആ ബലിക്കല്ല് കൊണ്ട് തന്നെ എല്ലാം മറയും. ഇപ്പൊ പലയിടത്തും അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. ശരിയാണ്. നാലമ്പലത്തിനുള്ളില് ഈ ബലിക്കല്ലിലൂടെ വലിയ കടന്നവ പുറത്തു നിൽക്കുന്നവന് ദൈവതയെ കാണാൻ മേല. നാലമ്പലം കടന്നു ചെന്നാൽ മുമ്പിലുള്ള മുഖമണ്ഡപത്തിന്റെ താഴ്ന്ന തലം കൊണ്ടും ശ്രീകോവിലിനുള്ളിൽ ദേവതയെ കാണാനാവില്ല. മുഖമണ്ഡപത്തിനും ഗർഭഗൃഹത്തിനുമിടയിൽ പരസ്പരം മുട്ടാതെ 2 or 4 പേർക്ക് മാത്രമേ നിന്ന് തൊഴാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ഷേത്രം സാമൂഹ്യാരാധനയ്ക്ക് സങ്കല്പിച്ചുണ്ടാക്കിയവയല്ല. 37-ന് ശേഷമാണ് എല്ലാവർക്കും ഇതിനുള്ളിലേക്ക് പ്രവേശനവും ലഭിച്ചത്. അതിനു പണ്ഡിതന്മാരും വൈദികരും വേദജ്ഞരുമായവരായിരുന്നു അവിടെ ആരാധിച്ചിരുന്നത്. അറിവ് അങ്ങേത്തലയ്ക്കലെത്തിയിട്ടാണ് ആരാധന. പൂജ ചെയ്യുന്നവനെ, അകത്തേക്ക് പ്രവേശനം കിട്ടി പൂജ തൊഴിലാക്കിയവനെ, പൂജ ചെയ്യുന്നവനെ അധമനായാണ് ബ്രാഹ്മണ്യം കണക്കാക്കിയിരുന്നത്. പൂജ ചെയ്യുന്ന പൂജാരിക്ക് നിലയും വിലയും വന്നത് നായർ മുതൽ താഴേക്കുള്ളവർ പൂജ കച്ചവടമാക്കി പലതും നേടാൻ തുടങ്ങിയ കാലം മുതലാണ്. ബ്രാഹ്മണരുടെ ഇടയിൽ ഇന്നും തറവാട്ടു മഹിമയിൽ പൂജ ചെയ്യുന്നവൻ അധമനാണ്. എന്റെ ചരിത്ര പഠനം നിങ്ങളുടെ കേസ് കെട്ട് കുഴയ്ക്കുക. ഒരു ക്ഷേത്രത്തിലും അറിവുള്ള വൈദികനായ ബ്രാഹ്മണൻ എത്തിയാൽ പൂജ ചെയ്യുന്നവനിൽ നിന്ന് പ്രസാദം വാങ്ങാനോ അവിടെ നിൽക്കാനോ നോക്കാതെ മണിയടിച്ച് നേരെ ശ്രീകോവിലിൽ പോയി ആത്മപൂജ നിർവഹിച്ചിറങ്ങി വന്ന് മുഖമണ്ഡപത്തിൽ നിന്ന് വേദം ചൊല്ലുന്നെങ്കിൽ ചൊല്ലി ഇറങ്ങി നടക്കുകയാണ് പതിവ്. അവിടെ നിങ്ങളിൽ 40-50 വയസ്സുള്ളവർ കുട്ടികളായിരുന്ന കാലത്ത് ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇയാളെന്താ ഇവനെ ബഹുമാനിക്കാതെ ഈ നടവെച്ചു കൊടുക്കുന്നതെന്ന് ശങ്കിച്ചിട്ടുമുണ്ടാവും. കാരണം ബ്രാഹ്മണ്യത്തിൽ പൂജ അധമവൃത്തിയാണ്, ആത്മപൂജ ഉത്തമവുമാണ്. ആത്മപൂജയിലൂടെ ഉയർന്ന് സകല ചരാചര അന്തർഭൂതനായ ഭഗവാനെ സകല ചരാചരങ്ങളിലും കാണാനാകുമ്പോൾ തൂണിലും തുരുമ്പിലും എന്നല്ല എല്ലാത്തിലും കാണുന്നതിലേക്ക് ഉയരുന്ന ഒരു ഉയർച്ചയിൽ വെച്ചാണ് വിശേഷേണ ഗ്രഹിക്കുന്ന വിഗ്രഹാരാധന സമുചിതമാകുന്നത്. അത് മാനവ ആരാധനയുടെ താഴ്ന്ന തലമല്ല, അത്യന്ത ഭാസുരമായ ഉയർന്ന തലമാണ്. എന്നൊരു അടിക്കുറിപ്പ് കൂടിയുണ്ട്, അതുകൂടെ പറഞ്ഞെങ്കിൽ ഇത് പൂർത്തിയാവും. ഇത്രയും മനസ്സിലായോ എന്നറിഞ്ഞിട്ട് പറയുന്നത് ആ സുഖം. കുറഞ്ഞ പക്ഷം ഇത് നിങ്ങളുടെ ഇതുവരെയുള്ള ചിന്തയുടെ മേൽ സംഘർഷമെങ്കിലും ഉണ്ടാക്കാനായെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. ചരിത്രം എന്നോടൊപ്പമാണ്, നിങ്ങളോടൊപ്പമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ സമ്മതിക്കാതെ തരവുമില്ല. ഞാൻ അതിന്റെ അടിക്കുറിപ്പ് പറയാൻ വന്നത്, എന്റെ ഇഷ്ടദേവത, എന്റെ വീടിന്റെ ഇഷ്ടദേവത, എന്റെ ഗ്രാമത്തിന്റെ ഇഷ്ടദേവത, എന്റെ ദേശത്തിന്റെ ഇഷ്ടദേവത, എന്റെ രാഷ്ട്രത്തിന്റെ ചിതിദേവത എന്നൊക്കെ അവർ സങ്കല്പിച്ചിരുന്നു. ദേവസങ്കല്പത്തെ മനുഷ്യസാധാരണമായ മലീമസ വികാരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ദേശദേവതയിൽ പ്രതിഷ്ഠിച്ചപ്പോൾ അവർ ദേശത്തിന്റെ എല്ലാ സ്വത്തും ദേവതയുടേതെന്ന് സങ്കല്പിച്ചു. ചുരുക്കത്തിൽ ദേശവാസികൾ കുടികിടപ്പുകാരായി. അതുകൊണ്ട് പണ്ടാരവക പാട്ടത്തില് ഏക്കർ 1ഉം 2ഉമൊക്കെ പതിച്ച് നിങ്ങൾ ജീവിച്ചു. ചരിത്രം എന്റെ ദേവതയുടെ ഭണ്ഡാരത്തിന്റെ അവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഭണ്ഡാരം. അതൊക്കെ ഇപ്പൊ കൊണ്ടുവച്ചതാ. മുമ്പ് ഇത് മുഴുവൻ ഭണ്ഡാരമാണ്. അവിടെ വേറൊരു ഭണ്ഡാരം വെക്കണ്ട. ആ ഭണ്ഡാരം വകയിലാണ് നിങ്ങൾ താമസിക്കുന്നത്. ആ ഭണ്ഡാരം വകയിലായതുകൊണ്ട് അവിടെ നിന്ന് ദേവത അതിലെ നടന്നുപോയാൽ നിങ്ങൾ ഉണ്ടാക്കിയതിലെ ശ്രേഷ്ഠമായത് ദേവതയ്ക്ക് കൊടുക്കും. അതിന് ബസ് പോകുമ്പം വലിച്ചെറിയണ്ട. ദേവതയ്ക്ക് ഇവിടെ കിട്ടാതെ വന്നവൻ വഴിയിലേക്കിറങ്ങി ഭണ്ഡാരം. അവസാനം ബസ്സെന്നൊരു വലിച്ചെറിയൽ. ദേവത തോർത്തു വിരിച്ചിരിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്.
ഇതെല്ലാം ദേവതയുടേതാണ്. ശ്രീപത്മനാഭന്റെ ചക്രവാ വാങ്ങിക്കുന്നേ, വിശാഖം തിരുനാളിന്റെ അല്ല, കേശവദാസന്റെ അല്ല, സർസിപിയുടേതുമല്ല, ചിത്തിര തിരുനാളിന്റേതുമല്ല. പത്മനാഭന്റെ ചക്രം, പത്മനാഭന്റെ മുദ്രയുള്ള തൊപ്പിയ. അപ്പൊ ദേശദേവതയുണ്ട്, ആ ദേവതയുടേതാണ്. ഗ്രാമദേവതയുണ്ട്, ഗ്രാമദേവതയുടേതാണ്. വർഷത്തിലൊരിക്കൽ ഗ്രാമദേവത നായാട്ടിനിറങ്ങുമ്പോൾ ആ വിഗ്രഹം നോക്കുമ്പോൾ പള്ളിവേട്ട വിളിക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട്, കേട്ടിട്ടുണ്ട്. ആ ദേശത്തിലെ മുഴുവൻ പേരുടെയും അന്തർമണ്ഡലങ്ങളിലെ മധുകൈടഭനും മഹിഷാസുരനും ശുംഭനിശുംഭനുമൊക്കെ കൊല്ലപ്പെടുകയും ആ ദേവതയെ മുൻനിർത്തി ധർമ്മം പുലരുകയും ചെയ്യും. അതുകൊണ്ട് ഭാരതീയർ ആയുധങ്ങൾ സംഭരിച്ചില്ല, അതുകൊണ്ട് ഭാരതീയർ വെട്ടിമരിച്ചില്ല. ദേവതയുടേതാണ് സ്ഥലമെന്നതുകൊണ്ട് ഭാരതീയർ അതിർത്തികളും അതിർവരമ്പുകളും മതിലുകളും കെട്ടിയില്ല. ദേവതയുടെ ഇരിപ്പിടത്തിന് ചുറ്റുമുള്ള കോട്ടയല്ലാതെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾക്ക് പോലും കോട്ടകളുണ്ടായില്ല. ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾക്കെല്ലാം കോട്ടയോ നെടുങ്കൻ മതിലുകളോ കാണാം. ഇന്ത്യയിലെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾക്ക് എത്ര വലിയ രാജാവായാലും എത്ര കൊട്ടാരങ്ങളുണ്ടെങ്കിലും കോട്ടയില്ല. ശ്രീപത്മനാഭപുരം പാലസിനോ കവടിയാർ പാലസിനോ ഒന്നും കോട്ടയില്ല. കോട്ട കാവൽക്കാരുമില്ല, കാരണം അവർ സ്വത്തുള്ളവരല്ല. പത്മനാഭന് കോട്ടയുണ്ട്, കാവൽക്കാരുമുണ്ട്. പത്മനാഭനാണ് രാജാവ്. പത്മനാഭൻ എന്നും രാജാവാണ്. പത്മനാഭന് മരണമില്ല. പത്മനാഭൻ എന്നും മൈനറാണ്. ഈ ദേവത മൈനറാണ്. നിങ്ങളുടെ തലമുറകൾ ജനിച്ചു മരിക്കും. ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം ദേവത മൈനറാണ്. ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം ഇന്ത്യയിലെ ദേവതകളെല്ലാം, ഹൈന്ദവ ദേവതകളെല്ലാം മൈനറാണ്. അതിന്റെ ഒരു തുണ്ട് ഭൂമി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ദേവതയുടെ പ്രതിപുരുഷന്മാരായി നിന്ന് കേസ് കൊടുത്താൽ തിരിച്ചു കിട്ടും. എന്നായാലും നിങ്ങൾക്ക് നിയമം പഠിച്ചു നോക്കാം, ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ. പുതുതായി വല്ലതും ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചാൽ അതൊന്നും മൈനറിൽ പെടില്ല. പഴയകാല പ്രാബല്യത്തിൽ സമസ്ത ഹൈന്ദവ ഈശ്വരന്മാരും മൈനറാണ്. അവർക്ക് 20 വയസ്സ് 18 വയസ്സ് കടന്നുപോകില്ല, അവിടെ കടന്നുപോകില്ല. അവരതിന് താഴെയാണ് എന്നും. അനശ്വര വയസ്സാണ് അവർ. അതിന് ദേവസ്വം പ്രസിഡന്റോ ആരെങ്കിലും എഴുതി കൊടുത്തതായിരിക്കും ഒരു വിലയില്ല. അത് കമ്മിറ്റി കൂടി കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. ഇതൊക്കെ എഴുതി പിടിപ്പിക്കുന്നതിൽ സഹായിച്ചൊരു സായിപ്പും കൂടെയാണ്. അയാൾ ദേവസ്വം ഭരിച്ചിരുന്നതാണ് കുറെ കാലം. അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പൊ ദേവസ്വത്തിന്റെ ഈ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായത് മാനവൻ അവന്റെ വളർച്ചയുടെ ഔന്നത്യത്തിലെത്തുമ്പോൾ സാകാരങ്ങളും സഗുണങ്ങളുമായ ദേവതകളിൽ സങ്കല്പമുണ്ടാക്കുന്നു. അവന്റെ ഭാവനയാണ് യുക്തം. നാസ്തി ബുദ്ധിരയുക്തസ്യ നച അയുക്തസ്യ ഭാവന നച ഭാവയത ശാന്തി അശാന്തസ്യ കുതസുഖം. ഭാവനയാണ് ശാന്തി. ഭാവനയില്ലാത്തവന് ശാന്തിയില്ല. ശിലയെ ദേവതയായി ഭാവിക്കാൻ ഉള്ള ഭാവന വളരുമ്പോൾ അവൻ വളർച്ചയുള്ളവനാകുന്നു. തിരിച്ചാ ഇത്രയും കാലം പഠിച്ചേ. അതുകൊണ്ട് നിങ്ങളൊക്കെ പൊങ്ങച്ചം കൊണ്ട് വിചാരിച്ചു ഞങ്ങളൊക്കെ പ്രാഥമികം കഴിഞ്ഞതാ, അതുകൊണ്ട് അമ്പലത്തിൽ പോവില്ല. അതൊക്കെ താഴ്ന്ന തലത്തിലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. മാനവ ഭാവന ഉദാരവും ഉന്നതവും ഉന്നീതവും ഉദാത്തവുമാകുമ്പോൾ അവിടെ സഗുണ സാകാര ഭാവനകൾ ഉണരുന്നു. അവിടെ മൃണ്മയ വിഗ്രഹത്തിൽ, മണ്ണുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിൽ കാളിയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും, ലക്ഷ്മി ദുർഗ സരസ്വതി 3 പേരെയും സങ്കൽപ്പിച്ച് 3 ദിനങ്ങളിൽ അവരെ പൂജിച്ച് ജ്ഞാനഗംഗയുടെ പ്രതിരൂപമായ സരയുവിൽ നിമഞ്ജനം ചെയ്യുമ്പോൾ, വടക്കേന്ത്യയിൽ അങ്ങനെയായി ഈ ചടങ്ങ് കേട്ടിട്ടുണ്ടാവും. അവൻ മുക്തനായിത്തീരുന്നു. ആ ഭാവനാവേളകളിൽ തന്റെ മൂലാധാരത്തിലെ മഹിയും ഭൂമിയും
മണിപൂരകത്തിലെ, നമുക്ക് ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു പോവാം. മണിപൂരകത്തിലെ ജലവും സ്വാധിഷ്ഠാനത്തിലെ അഗ്നിയും അനാഹതത്തിലെ വായുവും വിശുദ്ധിയിലെ കണ്ഠദേശത്ത് വിശുദ്ധിയിലെ ആകാശവും ഏകീഭവിപ്പിച്ച് തന്റെ മനോമയ രംഗമായ ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ അന്തരാളസ്ഥിതയായ ദേവിയെ കാണുമ്പോൾ മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാബ്ജരുധിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരംബുജാരൂഢ സുധാ സാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസദന്തു തനീയസി ഭവാനി. ഇനിയാണ് ഞാൻ പറഞ്ഞത്. ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക. അങ്ങനെ ഭദ്രമൂർത്തിയും ഭക്ത സൗഭാഗ്യദായിനിയുമായ ദേവിയെ തന്നിലും തനിക്ക് വെളിയിലുള്ള മൃണ്മയ വിഗ്രഹത്തിലും ഒരുപോലെ കാണുമ്പോഴാണ് ഭക്തൻ പിണ്ടാണ്ടത്തിലും ബ്രഹ്മാണ്ടത്തിലും ഏകവും അദ്വയവുമായ ദേവതാ ചൈതന്യത്തെ കണ്ട് ആനന്ദമടയും. ഇതിനുള്ള ഉപാസനാ ഖണ്ഡമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അതിന്റെ ദീക്ഷകളും അതിന്റെ വിധിയാം വണ്ണമുള്ള ഉപാസനകളും ഒക്കെ ഉണ്ട്. ജ്ഞാനകാണ്ഡത്തിന് അതില്ല. അത് പരക്കെ വെക്കാവുന്ന വഴിയാണ്. അത് പൂർവജന്മ സുഹൃതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ശ്രവണം ആനന്ദത്തെ തന്നേക്കാം. അതില്ലെങ്കിൽ ഉപാസനയുടെ ലോകങ്ങളിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടതാണ്. വൈജ്ഞാനിക തൃഷ്ണ അതർഹിക്കുന്ന സാന്ത്വനത്തിനിടയാകണമെങ്കിൽ, മാനവ ചേതന ജഗദീശ ഉത്സംഗത്തിലേക്ക് പ്രഭാവിതമാകണമെങ്കിൽ നിശ്ചയമായും ഉപാസനയുടെ രംഗവേദികളിലൂടെ കടന്നു പോകേണ്ടതാണ്. ഇത് മറുചോദ്യങ്ങളും കോടുകളുമില്ലാത്ത ലോകമായതുകൊണ്ട് വിശ്വാസ അർപ്പിതം മാത്രമാണ്. സകല യുക്തികളും അവസാനിക്കുമ്പോൾ മാത്രമേ ഈ വഴി തെരഞ്ഞെടുക്കാവൂ. ഇല്ലെങ്കിൽ അപകടവുമാണ്. ഒന്നുകിൽ അറിവുണ്ടാകുന്നതിന് മുമ്പ് അച്ഛൻ അപ്പൂപ്പൻ മുതലായ പരമ്പരയിലൂടെ അറിവിന്റെ വഴി ഇതാണെന്ന് അന്ധമായി വിശ്വസിച്ച് കടന്നുപോകാൻ കഴിയുക. ഇല്ലെങ്കിൽ അറിവാണെന്ന് തെറ്റിദ്ധരിക്കുന്ന എല്ലാം നുകർന്ന് ഒന്നും ഫലപ്പെടാതിരിക്കുന്ന ഒരു അവസാനം എല്ലാത്തിനോടും വിട പറയുമ്പോൾ മാത്രം കടന്നു ചെല്ലുക. ഇതിന്റെ ഇടയിൽ എപ്പോൾ കടന്നു ചെന്നാലും അപകടമുള്ളതാണ് ഈ മേഖല. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഈ പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ബിംബ ആരാധനക്ക് പകരം സൂര്യ നമസ്കാരം ധാരാളം, അതും ബിംബം തന്നെയാണ്. സൂര്യനും ഒരു ബിംബമാണ്, മരങ്ങളും ഒരു ബിംബമാണ്, ചുറ്റും കാണുന്നതെല്ലാം ബിംബം. അതിലൊന്നു തന്നെയാണ് ശിലയും, അതും ബിംബം തന്നെയാണ്. ഇതിലേതിൽ നിങ്ങൾ കണ്ടാലും ഇതെല്ലാം ഏകമാണ്. ഒന്നുകിൽ എല്ലാം ഏകമാണെന്ന് കണ്ടറിഞ്ഞെത്തുന്ന ഒരു തലം. ഇല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് അങ്ങോട്ട് നിന്ന് തൊഴുന്നത്? എനിക്കറിയില്ല, എന്റെ അച്ഛൻ പഠിപ്പിച്ചു, അത്രേ അറിയൂ. ഞാൻ പറയട്ടെ, എന്റെ അച്ഛൻ പഠിപ്പിച്ചു, അത്രയുമേ എനിക്കറിയൂ. നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഒന്നും ഉത്തരം എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് ഒരു നിമിഷം ചെയ്യാതിരിക്കാനാവില്ല. ഞാനിത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല. എന്റെ അച്ഛൻ ചെയ്തു, എന്റെ അപ്പൂപ്പൻ ചെയ്തു, എനിക്ക് വേറെ ഉത്തരവൊന്നുമില്ല. നീ ചന്ദനം തൊടുന്നത് എന്താണ്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ചന്ദനം പൊതിയുന്നു, അതുകൊണ്ടല്ല ഞാൻ തൊടുന്നത്. എന്റെ അച്ഛൻ തൊട്ടതുകൊണ്ടാണ് തൊടുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇതുകൊണ്ടല്ല പൊതിയുന്നതെങ്കിലും ഞാൻ തൊടും. ന്യൂക്ലിയർ റിയാക്ടറിൽ ചന്ദനം പൊതിഞ്ഞത് മാറ്റി നാളെ കഴുതച്ചാണകം പൊതിഞ്ഞാൽ അത് ഞാൻ തൊടില്ല. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല എന്റെ വിശ്വാസം. യു ക്യാൻ ഫോളോ. എന്റെ അച്ഛൻ, എന്റെ അപ്പൂപ്പൻ അവർ ചെയ്തത് അന്ധമായി ഞാൻ തുടരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴി പോകാം, അത് ഫലം തരും. ഇല്ലെങ്കിൽ സമസ്ത യുക്തികളെയും അപഗ്രഥിച്ച് അവയൊന്നും ശാന്തി തരാത്തൊരു നാളിൽ ദൈവവ്യപാശ്രയത്തിന്റെ ഈ ലോകത്തേക്ക് നിങ്ങൾക്ക് പോകാം. ആദ്യം തന്നെ ഒരമ്പലത്തിലേക്കൊരു 10 പൈസ നാണയം
ഉഴിഞ്ഞുകെട്ടാം നിങ്ങളുടെ കുഞ്ഞിന് പനിക്കുമ്പോൾ കയ്യിൽ. ഒരു 21 ചുവന്ന മുളകെടുത്ത് ഉഴിഞ്ഞടുപ്പിലിടാം മണം വരുന്നുണ്ടോ എന്ന് നോക്കാൻ. ആ സമയത്ത് അത് രണ്ടും അന്ധവിശ്വാസമാണ്. മരൈറ്റ്. ആ കുഞ്ഞിനെയും എടുത്ത് നിങ്ങൾ അടുത്തുള്ള ആയുർവേദക്കാരനെയും അപ്പുറത്തുള്ള അലോപ്പതിക്കാരനെയും ഇപ്പുറത്തുള്ള ഹോമിയോക്കാരനെയും ഇനി കാണിക്കാവുന്നവനെയൊക്കെ കാണിച്ച് AEMS നിന്ന് അവിടുത്തെ നോട്ടവും കഴിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തുമ്പോൾ അപ്പോഴും നിങ്ങൾക്കൊന്നൊഴിഞ്ഞു കെട്ടാം. അപ്പോൾ അത് യുക്തിപൂർവമാണ്. കെട്ടുന്നത് രണ്ടും ഒന്നു തന്നെയാണ്. ആദ്യത്തതിലെ മനോഭാവം അന്ധവിശ്വാസവും അവസാനത്തതിലെ മനോഭാവവും യുക്തിയുമാണെന്ന് മാത്രം. കാരണം AEMSലെ പ്രസിദ്ധനായ ഡോക്ടർ എല്ലാം കഴിഞ്ഞു പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ഞങ്ങൾക്ക് ചെയ്യാനില്ലാതാകുമ്പോൾ പ്രാർത്ഥിക്കാവുന്ന ദൈവം യുക്തിയും, ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കപ്പെടുന്ന ദൈവം അന്ധവിശ്വാസവും അത്രയും മാത്രമേ അന്തരമുള്ളൂ. നിങ്ങൾ എന്നോട് യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇത്ര മാത്രമേ ഈ കളിയിലുള്ളൂ. ഇതിൽ ആദ്യം തുടങ്ങണോ യുക്തി കഴിഞ്ഞു തുടങ്ങണോ? ഇറ്റ് ഈസ് അപ് ടു യു ടു ഡിസൈഡ്. എനിക്കിഷ്ടം ആദ്യം തുടങ്ങുക. ഇത്രയുള്ള അന്തരം. ഇതിവിടെ വിളിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. വേദാന്തത്തിന്റെ ക്ലാസ്സുകളിലാണെങ്കിൽ ഇത് ഞാൻ സമ്മതിക്കുകയുമില്ല. കാരണം അവിടെ വിഷയം വേറെയാണ്. ഇതെന്റെ സ്വകാര്യ സ്വത്താണ്. ഇവിടെ ആർക്കും പ്രവേശനമില്ല. ഇതെന്റെ ഏകാന്തമായ മനസ്സിന്റെ അന്വേഷണവും സ്വാധ്യായവും തപസ്സും എല്ലാമാണ്. അതിലെല്ലാം എനിക്ക് അന്ധവുമാണ്. അതിന് വെളിയിലെ ലോകത്ത് വ്യക്തികളോട് ഞാൻ സംവദിക്കുമ്പോഴെല്ലാം അവനും എനിക്കും സമ്മതമാകുന്ന വിധത്തിൽ യുക്തിയുടെ കാർക്കശ്യം കൊണ്ടുവേണം സംസാരിക്കാൻ. ഇവിടെ അത് ആവശ്യമില്ല. ഇത് ഞാൻ തുറന്നു വയ്ക്കാൻ ഇഷ്ടപ്പെടാത്ത ലോകമാണ്. എന്റെ മാത്രം ലോകം. നിങ്ങൾ വിളിച്ചപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ദേവീ മാഹാത്മ്യമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് സമ്മതിച്ചതാണ്. അതിന് പിന്നിൽ ആരുടെയൊക്കെയോ ചിന്തകളും ആഗ്രഹങ്ങളും ഉണ്ടാകാം. അവയെ നമസ്കരിച്ചുകൊണ്ട്. കാരണം ഉപാസനയുടെ ഈ ലോകങ്ങൾ അത്യന്ത സൂക്ഷ്മമാണ്. അതെല്ലാത്തിനും മേലെയാണ്. ലോകത്തിൽ ഏറ്റവും വലുത്, ഏറ്റവും യുക്തിഭദ്രമായത്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉയർന്നത്, എല്ലാ വിശ്വാസങ്ങളെക്കാളും മുകളിലുള്ളത്, ഈ എല്ലാ യുക്തികൾക്കും അപ്പുറം നിൽക്കുന്നത് അവന്റെ സ്വകാര്യമായ അന്ധവിശ്വാസമാണ്. അത് തരുന്ന ആനന്ദം ഒരു യുക്തിയും ഒരു അപഗ്രഥനവും ഒരു ഏറ്റുമുട്ടലും ഒരു സംവാദവും ഒരു തർക്കവും ഒരു വിതർക്കവും തരില്ല. ഓരോരുത്തനും തർക്കിക്കുന്നതും ഓരോരുത്തനും ഉത്തരം കണ്ടെത്തുന്നതും ഓരോരുത്തനും ഏറ്റുമുട്ടി മറ്റവനെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്നതും അവന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും വലുത് ഓരോരുത്തനും അവന്റെ അന്ധവിശ്വാസമാണ്. അതിൽ മറ്റൊരുത്തൻ അവൻ അനുവദിക്കുന്നിടത്തോളം പ്രവേശനം മാത്രമേ ഉള്ളൂ. അതില്ലെങ്കിൽ ഈ ലോകമില്ല. അതുള്ളതുകൊണ്ടാണ് നാം ഒക്കെ വ്യത്യസ്തരാകുന്നതും. അതെല്ലാം ഒന്നാകുന്ന തലത്തിൽ, യുക്തികൾ ഭദ്രമാകുന്ന തലത്തിൽ ആനന്ദം കമ്മിയായിത്തീരും. വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമുദായങ്ങളുടെയും സമൂഹങ്ങളുടെയും മതങ്ങളുടെയും ജാതികളുടെയും ഈ എല്ലാം പേര് പറയുന്ന അന്ധവിശ്വാസങ്ങളെല്ലാം അതാതിന്റെ തലങ്ങളിൽ അപ്പോഴപ്പോൾ ആവശ്യമാണെന്ന് കണ്ട് അവയോട് ഏറ്റുമുട്ടാതെ അവയെ ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോൾ എന്റെ അന്ധവിശ്വാസങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു, അവരെന്റെ വിശ്വാസങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു. ആ ഉയർച്ചയിൽ വെച്ച് ഞാൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ഒന്നായി കാണുന്നു. അതല്ലാത്തിടത്തെല്ലാം ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. ആ ഏറ്റുമുട്ടലുകളിൽ ഒന്നിലും പെടാതിരിക്കാൻ കഴിയുമ്പോഴാണ് നാം ആനന്ദം നേടുന്നത്. അത് നേടുക എന്നുള്ളത് നമ്മുടെ ജന്മാവകാശവുമാണ്. അതിനിടയാക്കട്ടെ പരമഭാഗിനിയായ ദേവി ചണ്ഡി ഈ ചണ്ഡി പാഠം കൊണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ചണ്ഡിയുടെ പാതാരവിന്ദങ്ങളിൽ, ചണ്ഡി എന്ന് പറഞ്ഞാൽ കോപിക്കുന്നവളെന്നർത്ഥമുണ്ട്, അധർമ്മത്തോട് കോപിക്കുന്നവളെന്നർത്ഥം. ആ ചണ്ഡിയെ സദാ നമസ്കരിച്ചുകൊണ്ട്, ചണ്ഡി എപ്പോഴാണോ നമ്മളുടെ രക്തക്കുഴലുകളിൽ പ്രചണ്ഡമാകുന്നത് അപ്പോഴാണ് തത്ര കുപ്യതി രക്തം സമ്മർദ്ദമായി മാറുന്നത്. അതുകൊണ്ട് വ്യാനൻ കോപിക്കുമ്പോൾ സമ്മർദ്ദമുണ്ടാകാതിരിക്കാൻ, ചണ്ഡി കോപിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ രക്തസമ്മർദ്ദമില്ലാതെ ജീവിക്കാം. അതുകൊണ്ട് അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹാചണ്ഡിയുടെ പദാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇവിടെ വരാൻ, ഈ അന്ധവിശ്വാസമെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇടയാക്കിയ
ഈ നല്ല മുഹൂർത്തത്തിന് നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. മാധർമ്മേ മധുപഗൈഡ ഭക്തി മഹിഷ പ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ഹരി ഓം ഹരി.